സിനിമാ പ്രേമികളുടെയും മമ്മൂക്കാരാധകരുടെയും ഏറെ നാളത്തെ കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി വെറും ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതെ, ടെർബോ അച്ചായൻ നാളെ മുതൽ ബോക്സ് ഓഫീസിൽ ചാർജ് എടുക്കുകയാണ്. അതോടൊപ്പം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ 11:30 വരെയുള്ള പ്രീസെയിൽ കളക്ഷനാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ടെർബോ സിനിമയുടെ ഭാഗത്തു നിന്നും ആദ്യ ദിവസം കേരളത്തിൽ ഇതുവരെ ചാർട്ട് ചെയ്തിരിക്കുന്ന ഷോ കൗണ്ടുകളുടെ എണ്ണമെന്ന് പറയുന്നത് 1408 ആണ്. ഓഡിയൻസായി എത്താൻ പോകുന്നത് ഏകദേശം 1,74,000 പേരാണ്. ഇതുവരെയുള്ള തിയേറ്റർ ഓക്യുപ്പൻസി എന്ന് പറയുന്നത് 41%. ഇതുവരെ 29 ഹൗസ്ഫുൾ ഷോയും ചാർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇന്ന് രാവിലെ 11:30 വരെ കേരള പ്രീസെയിൽ നേടിയിരിക്കുന്നത് 2,71,00,000 രൂപയാണ്. വെറുമൊരു ട്രെയിലറും കുറച്ച് പോസ്റ്റേഴ്സും കൊണ്ട് മാത്രമാണ് ടെർബോ എന്ന സിനിമ ഈ ഒരു കൊലകൊല്ലി പ്രീസെയിൽ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത്. കൂടാതെ ചിത്രത്തിന്റെ ആഗോള പ്രീസെയിൽ 4,50,00,000 അടുത്തെത്തിയിട്ടുണ്ട്. ടെർബോ സിനിമയെ സംബന്ധിച്ച് മറ്റൊരു നേട്ടവും കൂടി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. UK-യിലും അയർലൻഡിലും ഏറ്റവും വലിയ റിലീസായി ടെർബോ സിനിമ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഈ രണ്ടിടത്തും 180 ലൊക്കേഷനിലാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയിൽ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് ഏകദേശം 2,600-ൽ പരം ടിക്കറ്റുകളാണ്. വരും മണിക്കൂറിലും ചിത്രത്തിന്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ടെർബോ എന്ന സിനിമയുടെ കേരള പ്രീസെയിൽ എത്ര കോടി വരെ കളക്ട് ചെയ്യും? അതോടൊപ്പം ആഗോള പ്രീസെയിൽ എത്ര വരെയാകും? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.